ഹലോ, ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇഫ്താറിന് വിളമ്പാൻ പറ്റിയ നല്ല ഒരു കൂൾ ഡ്രിങ്കാണ്. സാബുനരി കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് തണുപ്പിച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, ഷെയർ ചെയ്യുക. ഇതിനു വേണ്ടി 4 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ 1 കപ്പ് സാബുനരി അല്ലെങ്കിൽ ചവ്വരി, സബുധന എന്നൊക്കെ പറയുന്ന അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. ജെല്ലി നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ആണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഞാൻ 2 കളറ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്ട്രോബെറിയും ഒന്ന് പൈനാപ്പിളും ആണ്. പക്ഷേ ഇത് രണ്ടും 2 മെത്തേഡിലാണ്. എങ്ങനെയാണോ നിങ്ങൾ ആ പാക്കിൻ്റെ പുറത്ത് എഴുതിയ ഇൻസ്ട്രക്ഷൻ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ സ്ട്രോബെറി ഫ്ലേവറിൽ ജസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക മാത്രമേ ചെയ്യേണ്ടിയുള്ളൂ. മറ്റേ പൈനാപ്പിൾ ഫ്ലേവറിന് ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സാബുനരി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലൂടെ ഞാൻ ഒഴിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് സാധാ ടാപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളത്തിൽ വേവിക്കുന്നുണ്ട്, ഇത് കട്ടൊന്നും ആവണില്ല. ഇത് 2 രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഒന്ന് ഇവാപറേറ്റഡ് മിൽക്ക് വെച്ചിട്ടാണ്, ഇതാ ഫോട്ടോയിൽ കാണുന്നില്ല. അത് അല്ലാതെ സാധാ പാൽ ഉപയോഗിച്ചിട്ടും കാണിക്കുന്നുണ്ട്. ഇവാപറേറ്റഡ് മിൽക്ക് കിട്ടാത്തവർക്ക് അത് വെച്ചിട്ട് ചെയ്യാം. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇവാപറേറ്റഡ് മിൽക്ക് ഒരു ടിന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അധികം ഒഴിച്ചിട്ടില്ല, ഒരു പാകം മധുരം ഉണ്ടാവും. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര വേണ്ടെങ്കിൽ ഒഴിവാക്കാം, ഫുള്ളി കണ്ടൻസ്ഡ് മിൽക്കിലാക്കാം. പിന്നെ ജസ്റ്റ് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സാബുനരി ഇട്ട് കൊടുക്കുക. സാബുനരി ഇങ്ങനെ ചെറുതായിട്ട് കട്ടാവുന്നത് കാണുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, മിക്സ് ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. ഇനി ഇത് സെർവ് ചെയ്യുന്നത് വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. രണ്ടും ഒരേ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് രണ്ടിനും കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കുകയാണ്. നമുക്ക് പാൽ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ജ്യൂസ് ആയിരിക്കും. ആദ്യം കാണിച്ച രീതിയിലാണെങ്കിൽ നല്ല തിക്കായിരിക്കും. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സാബുനരി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ചൂടാറിയിട്ടുണ്ടാവും. നമ്മൾ ടാപ്പ് വാട്ടർ ഒഴിച്ചുകൊണ്ട് 2 ടൈപ്പിലാണെങ്കിലും ഇത് തന്നെ ചെയ്യാം കേട്ടോ. ഈ സാബുനരി ഇട്ട് കൊടുക്കലും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കലൊക്കെ സെയിം പ്രൊസീജിയറാണ്. ഞാൻ മറ്റേതിൽ പറഞ്ഞിട്ടില്ല. രണ്ടിലും ഒരേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഫ്രൂട്ട്സ് ഞാൻ മുന്തിരി, ആപ്പിള്, മാങ്ങയാണ് എടുത്തത്. നിങ്ങളുടെ അടുത്തുള്ള ഏത് പുളിയില്ലാത്ത ടൈപ്പ് ഫ്രൂട്ട്സും എടുക്കുക. ഇനി ഞാൻ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് നമ്മൾ പിസ്താച്ചിയോൻ്റെ ഒരു എസൻസ് ഉണ്ടാവില്ലേ, അതൊരു 3-4 തുള്ളി ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സാബുനരിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്യാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി, ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ നല്ലൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നിങ്ങനെ ഞെക്കിയിട്ട് അതിൽ നിന്നുള്ള ജ്യൂസ് എടുക്കുക ചെയ്യുന്നത്. ആ ജ്യൂസിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സാബുനരി വേവിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളെ ജെല്ലിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. 2 ജെല്ലി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെറുതാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഇനി ഇത് രണ്ടും ആ ട്രേയിൽ നിന്ന് നമുക്കൊരു സ്പൂൺ കൊണ്ട് കോരിയെടുക്കാം. ഇനി നമുക്കത് ഗ്ലാസ്സിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. 2 രീതിയിലാണെങ്കിലും ഒരേ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഗ്ലാസ്സിലേക്ക് നമ്മൾ ഏതാണോ ഇഷ്ടമുള്ള ഒരു കളറ് സാബുദാന ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജെല്ലി ഇട്ട് കൊടുക്കുക. വീണ്ടും മറ്റേ കളർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജ്യൂസ് പാലിൻ്റെ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊഴിക്കുക, അല്ലെങ്കിൽ ഇവാപറേറ്റഡ് മിൽക്ക് വെച്ചിട്ടാണെങ്കിൽ അതൊഴിക്കുക. എന്നിട്ട് മുകളിൽ വീണ്ടും നമ്മൾ ജെല്ലിയും സാബുദാനയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല കാണാനുള്ള അതുപോലെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം, തണുപ്പിച്ചിട്ട് മാത്രമേ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. തണുക്കഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.